പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് പോലെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഊട്ടി ഭാഗത്താണ് കേട്ടോ. ഊട്ടി ഭാഗത്ത് നമ്മൾ ലോഗൻ ക്യാമ്പ്, അവിടെ ആ റിസോർട്ടും ബന്ധപ്പെട്ട ഭാഗങ്ങളിലാണ്. അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് കാണേണ്ടത് കേട്ടോ. അത് വേറെ വശം. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 8 kVA സിസ്റ്റം നമ്മൾ ചെയ്തതല്ല, നിലവിൽ മുമ്പ് ഒരു ടീം ചെയ്തൊരു 5-6 മാസം മുമ്പേ. അതിൽ കുറച്ച് പോരായ്മകളുണ്ട്, അത് ക്ലിയർ ചെയ്യാതെ നികത്ത് ഇവരുടെ കിച്ചൺ ഭാഗത്തേക്ക് ഈ 16-17 റിസോർട്ടിൽ ഇവർക്ക് താമസക്കാർക്കുള്ള ഫ്രീസറുകളും മോട്ടറും ബന്ധപ്പെട്ട കുറച്ച് ലോഡുകളും കാര്യങ്ങളും ഒക്കെ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ശരിക്കും 10-12 യൂണിറ്റിന്റെ മുകളിൽ ഇവർക്ക് വരും. കറണ്ട് 2 ദിവസം പോയാലും കാര്യങ്ങൾ നടക്കും. അല്ല 3-4-5 മാസം മുമ്പ് ചെയ്താണ് കേട്ടോ. ഇത് 12 പാനലാണ് 250 വാട്ടിന്റെ. നമ്മൾ 3 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അവരെ വെട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നുണ്ട്, കാണിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രയാസം അവിടെ തീരും. ഒരു നല്ല രീതിയിൽ ഇതിൽ 90-95% ഇതിൽ പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ ഏതായാലും മറ്റൊരു കാര്യം പറയാനുള്ളതേ, നമ്മൾ ഇവിടെ സോൾഡറിങ് ചെയ്യണമെന്നുണ്ടെങ്കിലേ നല്ല തണുപ്പായിട്ട്. ഞാനിപ്പോൾ ഊട്ടി ഭാഗത്താണ്, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടേ സോൾഡർ ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇത് ചൂടായി കിട്ടില്ല. ഇവിടെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ MPPTയും ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഓക്കെ, ഒന്ന് നോക്കൂ. ഇതിലിപ്പോൾ 100Hന്റെ ഒരു 72 വോൾട്ട് സിസ്റ്റം ആണ് കേട്ടോ. നമുക്ക് 6 ബാറ്ററി സിസ്റ്റമാണ്. ഓക്കെ, 8 kVA സിസ്റ്റം. നമ്മുടെ ഇൻവെർട്ടർ നമ്മളതല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. പിന്നെ അതുപോലെ 100H 6+6. അപ്പോൾ നമുക്കിതൊരു ബാക്കപ്പിൻ്റെ വിഷയമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 6 100Hന്റെ ബാറ്ററി ഇതിനോടുകൂടെ പാരൽ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ 72+72 അല്ല, 72ന് നമ്മൾ പാരൽ ചെയ്ത് കൊടുത്തു. ഓക്കെ, പിന്നെ അതിൽ നമുക്ക് പറയാനുള്ളത് ഒരു MPPT നിലവിലുണ്ടായിരുന്നു, ഞാൻ കാണിക്കുന്നൊന്നുമില്ല ഇനി ഏതാ കമ്പനി കാര്യങ്ങൾ. അല്ലെങ്കിൽ 1-2-3 ടൊറൈഡ് കോയിൽ, അരഞ്ചിൻ്റെ ടൊറൈഡ് കോയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്നതിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സംഭവം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാറ്റി വെക്കുക, അത് അങ്ങനെയല്ല കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു 60 ആംപിയറിൻ്റെ നമുക്ക് 1 ഇഞ്ചിൻ്റെ 6 ടൊറൈഡ് കോയിലിൻ്റെ MPPT മാക്സിമം നമുക്ക് കിട്ടും. ശ്രദ്ധിക്കാല്ലേ, കുറേ ആളുകൾ പറയും വയറിൻ്റെ കുറച്ച് നമുക്ക് കൊടുത്താൽ കുറച്ച് വയറ് മതിയല്ലോ കാര്യങ്ങളൊക്കെ പറയും. ഇത് നമുക്ക് സീരീസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ കൊടുക്കട്ടെ, 2 സ്ട്രിങ് ഒക്കെ ആയിട്ട്. പക്ഷേ അതിൻ്റെ ഒരു ദോഷം എന്താ വെച്ചാൽ നമ്മൾ MPPTക്ക് പണികൾ വരും. നമ്മൾ നിലവിലൊരു വോൾട്ട് ഉണ്ടാവും, വോൾട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള വോൾട്ടിനെ ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ലോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ MPPTക്ക് കൂടുതൽ ലോഡുകൾ കുറച്ച് വയറുകൾ സ്ട്രിങ്ങുകൾ കൂട്ടി മാക്സിമം അതിന് മിനിമം വോൾട്ട് ഉണ്ട്, അതിലേറെ ഒരു 20%-30% കൂട്ടി കൊടുത്തിട്ട് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ആംപിയർ കിട്ടും. MPPTക്ക് ലോഡുകൾ കുറയും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് പ്രവർത്തി കിട്ടും. അപ്പോൾ അത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കും. ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ആ ഓപ്പൺ യൂസ് എന്താ കുറവ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഓപ്പൺ യൂസ് കുറേ കൂട്ടിയിട്ടിട്ട് കുറേ സ്ട്രിങ് കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഷാഡോ ഉണ്ടെങ്കിൽ ടോട്ടൽ സ്ട്രിങ്ങിനെ ബാധിക്കും. അതുകൂടിയുണ്ട്. അപ്പോൾ അവിടെ മേലെ കണ്ടില്ല, ഒരു ചെറിയൊരു ഭാഗത്തൊരു ഷാഡോ ഉണ്ടായിരുന്നു, അതിലൊരു സ്ട്രിങ്ങേ പോയിട്ടുള്ളൂ, ബാക്കി 3 സ്ട്രിങ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ 2 സ്ട്രിങ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു പകുതി ഭാഗം കട്ടായി വരുന്നത്. പിന്നെ അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ MPPTയും ബാറ്ററിയും തമ്മിൽ കൂടുതൽ അകലം വരരുത്. ഒരു 1.5 മീറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഏതൊക്കെ വയറ് അല്ല, ഞാൻ ആരും ഇതിൽ ഉൾപ്പെടുത്തല്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 6 കോറിന്റെ ഒരു DC കേബിൾ അല്ലേ, പിന്നെ 4ന്റെ ഒരു AC കേബിൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു കുറേ ദൂരം ഭാഗത്ത് കൂടെ കവർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഈ ബാറ്ററി ടു MPPT ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ മാക്സിമം ദൂരം നമ്മൾ കുറക്കണം. മാക്സിമം 1 മീറ്റർ 1.5 മീറ്റർ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിലൂടെയാണ് ആംബിയർ DC പാസിംഗ് ഒക്കെ വരുന്നത്, ലോസ് നല്ലോണം കൂടും. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, 2, 3 ബാറ്ററിയിൽ കൂടുതൽ നമ്മുടെ ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതിലപ്പുറം നമ്മൾ ബാറ്ററിയുടെ എണ്ണം കൂട്ടി ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഇതിവിടെ ഇവർക്ക് ആവശ്യമാണ്. കറണ്ട് പോകുമ്പോൾ അത് തെല്ലും നമുക്ക് അവിടെ ഓഫ് ആകാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഏതായാലും നമ്മളെ കൂടെ അനൂപ് സാർ ഇവിടെ സാറിൻ്റെ ഒപ്പം നടക്കുന്ന ആളുണ്ട്. ഇവിടെ നമുക്ക് ഓരോ ഭാഗങ്ങളുണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് സാറിന് ബാക്കി കാര്യങ്ങൾ കാണിച്ച് വീഡിയോ അവസാനിക്കും.